ഹായ് ഫ്രണ്ട്സ്, ഷെഫി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി പോക്കറ്റ് ഷവർമയാണ്. വീട്ടിൽ ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾ ബീഫാണെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ചിക്കനിലേക്ക് മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അപ്പം എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ആക്കി എടുത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഇത് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. നല്ലപോലെ പൊരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്കാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ കുറച്ച് വലിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രെഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്നാക്സ് വേണോ അത്രയും ബ്രെഡുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ ബ്രെഡ് കോട്ട് ചെയ്യാൻ മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കോഴിമുട്ടയും എടുക്കുന്നുണ്ട്. ഇത് 2 കൂടിയും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കോൺഫ്ലവറും മുട്ടയും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം അടിച്ചെടുക്കാൻ. നമുക്ക് ഇതിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് ഒന്ന് ഇതുപോലെ മൊത്തത്തിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഫ്രൈ ആക്കി എടുക്കാം. ഇത് അധികം നേരം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സബോള, ക്യാരറ്റ്, തക്കാളി. ഞാനിവിടെ ഒരുപാട് വെജിറ്റബിൾസ് എടുക്കുന്നില്ല. മക്കൾക്ക് കൂടുതൽ ചിക്കൻ ആണ് ഇതിൽ ഇഷ്ടം. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ, പിന്നെ നമ്മൾ മയോണൈസ്, ആവശ്യത്തിനുള്ള മയോണൈസ് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒലിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വേണ്ടത് മാത്രം എടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ ബ്രെഡ് പോക്കറ്റ് എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ റെഡിയാക്കിയെടുക്കാം. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.